പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നടത്തുന്നത് യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ്സ് ആൻഡ് കൗൺസിലേഴ്സ് അസോസിയേഷൻ. വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെടുന്ന സ്ഥിതി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാഷണൽ സെക്രട്ടറി ഖലീൽ ഷാ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Allied science courses, BSc nursing, paramedical courses like physiotherapy, BOT, occupational therapy, diploma nursing, ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ ലിമിറ്റിലുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും മാത്രമായിട്ട് റെഗുലർ പ്രോഗ്രാമായിട്ട് നടത്തണമെന്നുള്ളതാണ് UGCയുടെ നിയമം. ഒരു 4-5 കൊല്ലം മുമ്പ് ഒരുപാട് കോഴ്സുകൾ അങ്ങനെ നടത്തിയിരുന്ന കോളേജുകളെ ക്യാൻസൽ ചെയ്ത് അത് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി നടത്താൻ പറ്റില്ല, അങ്ങനെയുള്ളടത്ത് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ വേണം, ആ ഹോസ്പിറ്റലിൽ ആ ജൂറിസ്ഡിക്ഷനുള്ളിൽ തന്നെ നടത്തണമെന്നുള്ള റൂൾ ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ പ്രൂവ് ഇറ്റ് വിത്ത് എവിഡൻസ്. ഓരോ ഡിസ്ട്രിക്റ്റിലും മിനിമം 20 നിന്ന് 30 നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വേറെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാണ്ട് കടമുറികൾ വാടകയ്ക്കെടുത്ത് കുട്ടികൾക്ക് ഈ കോഴ്സുകളിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. നഴ്സിംഗ് കണക്കും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കണക്കും അല്ലെങ്കിൽ അലൈഡ് സയൻസിൽ കാർഡിയാക് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ റിയലായിട്ട് ഹോസ്പിറ്റൽ എക്സ്പോഷർ ഇല്ലാണ്ട് പറ്റില്ല. ഇങ്ങനെ UGCയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിലനിൽക്കെ തന്നെ പാലക്കാടും മലപ്പുറവും ജില്ലകളിൽ 3000-4000 കുട്ടികൾ ഇതേ കോഴ്സുകളിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവരുടെ കൗൺസിലിൽ പോകുമ്പോൾ കൗൺസിൽ അംഗീകരിക്കുന്നില്ല ഈ സർട്ടിഫിക്കറ്റുകളൊന്നും. പാരാമെഡിക്കൽ കോഴ്സുകൾ ആശുപത്രിയുമായി ചേർന്നാണ് നടത്തേണ്ടത്. കോഴ്സുകൾ നടത്തുന്നതിന് യൂണിവേഴ്സിറ്റികൾ നിയമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പല കോഴ്സുകളും പീഡികമുറിയുടെ വലിപ്പത്തിലുള്ള വാടക കെട്ടിടങ്ങളിലാണ്. ഉത്തരേന്ത്യൻ ലോബികളാണ് കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത കോഴ്സുകൾ നടത്തുന്നത്. ഇത്തരം കോഴ്സുകൾക്ക് അംഗീകാരമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടുകയാണെന്നും ഖലീൽ ഷാ പറഞ്ഞു. ഭാരവാഹികളായ സനീഷ് പുളിഞ്ചോട്, പ്രതീഷ് ഗോകുൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.